വളരെയേറെ ആളുകൾ ഇന്ന് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് അവരുടെ വേദനയ്ക്ക് മാറ്റം വരുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതലായി മാറ്റി വെക്കപ്പെടുന്ന സന്ധികൾ ഇടുപ്പ് സന്ധി, കാൽമുട്ട്, തോൾ സന്ധി എന്നിവയാണ്. പക്ഷേ ഇപ്പോൾ കാൽക്കുഴയിലെ സന്ധിയും കാൽമുട്ടിലെ സന്ധിയുമൊക്കെ മാറ്റി വെക്കാറുണ്ട്. ഇന്ന് വളരെയേറെ വിജയ സാധ്യതയുള്ള ശസ്ത്രക്രിയ 95%, 95% രോഗികൾക്കും വളരെയേറെ ഗുണം കിട്ടുന്ന ഒരു ശസ്ത്രക്രിയയാണ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. നമ്മുടെ നാട്ടിലെ കാൽമുട്ടിലെ തേയ്മാനം വളരെ കോമണാണ്. വളരെ കോമണായ ഒരു കണ്ടീഷനാണ് നീ ആർത്രൈറ്റിസ്. അവസ്ഥ ഒരു 50-60 വയസ്സ് ആകുമ്പോൾ ധാരാളം രോഗികൾ കാണാറുണ്ട്. അതിനൊരു കാരണം നമ്മുടെ ആളുകൾക്ക് സ്വമേധയാ കാലിനൊരു വളവുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കാലിൽക്കൂടെ ലോഡ് ബെയറിങ് ഈവൻ അല്ലാതെ വരും. അവസാനം സന്ധിയിലേക്ക് തേയ്മാനത്തിൻ്റെ ആരംഭം ഉണ്ടാവും. ഈ സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പ്രായം ഒരു ഘടകമല്ല, അതൊരു മെയിൻ ഇഷ്യൂ അല്ല. എത്ര പ്രായം കഴിഞ്ഞ രോഗിക്കും സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാം. കാരണം ആധുനിക അനസ്തീഷ്യ, ആധുനിക വൈദ്യശാസ്ത്രം, ശസ്ത്രക്രിയ വിഭാഗം എല്ലാം ഇന്ന് വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സേഫായിട്ട് പ്രായമായ 80 ഈവൻ 90 വയസ്സായ ഒരു രോഗിക്ക് കാര്യമായ അപകടങ്ങളില്ലാതെ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ സാധിക്കും. അതോടൊപ്പം പ്രായം കുറഞ്ഞവർക്കും ഈ സന്ധികൾക്ക് കാര്യമായ ഡാമേജ് ഉണ്ടെങ്കിൽ വേറെ ഒരു ചികിത്സയും ഫലിക്കുകയില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എത്ര പ്രായം കുറഞ്ഞ രോഗികൾക്കും സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് തടസ്സമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സന്ധിവാതം, കുട്ടികളെ ബാധിക്കുന്ന സന്ധിവാതമുണ്ട്, ജുവനൈൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ആ വാദം ബാധിച്ച കുട്ടികൾക്ക് 20-25 വയസ്സാകുമ്പോൾ തന്നെ സന്ധികൾ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ട് അസഹനീയമായ വേദനയും നടക്കാൻ വയ്യാത്ത അവസ്ഥയും കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പോലും സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് നടത്താറുണ്ട്, അവരുടെ വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും കുറയ്ക്കുവാനും വേണ്ടി. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല.